ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ത്രൂ മുസ്ലിം മാട്രിമോണി വഴിയാണ്. അത് ഐ തിങ്ക് ഡിസംബർ 2024 ആ ടൈമിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വെഡ്ഡിങ് വേണ്ട എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു വീഡിയോ കോൾ ചെയ്തു ജസ്റ്റ്. അപ്പം ആക്ച്വലി ആ ടൈമിൽ ഇക്ക ദുബായിലും ഞാനിവിടെ നാട്ടിലുമായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടില്ല, അതിന് മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആക്ച്വലി അതിനാദ്യമേ റെഡി ആയിരുന്നില്ല, അതിന് പോലും റെഡി ആയിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എന്തോ ഒരു എന്താ പറയുക ഓക്കെ നമുക്ക് നോക്കാം, ഒന്ന് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളൊരു ഒരു കാര്യം തോന്നി. അങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ മകളുടെ വിവാഹമാണ്. എനിക്ക് ഒരു മകൾ ഒരു മകനുമാണുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട എന്താ പറയുന്നത് 2 മക്കളാണ്. ലിപ്സ്റ്റിക്കായി ഇവർ ഇത്രയും നല്ലൊരു കപ്പിൾ ലുക്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നല്ല രസമുണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഏറ്റവും ഇളയ ആളാണ്. ഞങ്ങൾ ഇച്ചിരി ഗ്ലാമർ കൂടുതൽ ഇവളാക്കിയപ്പോൾ കരുണം തോന്നും കേട്ടോ. ഞാൻ ജനിച്ച മൂല് കാണുന്നതാണ് ഫാത്തിമ. എന്റെ മുറപ്പെണ്ണായിരുന്നു. അത് ഇവിടെ ഹൈലൈറ്റ് അല്ല. കല്യാണം കഴിയാണ് വിഷമമുണ്ട്. അത് കല്യാണം കഴിക്കത്തില്ല, കല്യാണം കഴിച്ച് വിട്ടതിന്. പിന്നെ ഒരു നല്ലൊരാളുടെ കൂടാണല്ലോ വിടുന്നതുള്ളൊരു ഒരു എനിക്കറിയാവുന്ന ആളാണ്. ആളെ ചൂസ് ചെയ്തത് ഞാൻ കാണുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 8 months ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 10 days മുന്നേ വന്നത്. അപ്പോൾ ഞങ്ങളൊരു ഔട്ടിങ് പോലും പുറത്ത് പോയിട്ടില്ല ഒരുമിച്ച്. ജസ്റ്റ് ഒരു 1 time മാത്രമേ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്കൊരു കുറേ ട്രിപ്സൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പുറത്ത് പോകാനും. ഒരു എന്താണ് ചില്ല് ചെയ്ത് വൈബ് ചെയ്ത് ആ ഒരു ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുപോകണമെന്നാണ്. എൻ്റെ മോൾക്ക് വേണ്ടി ഒരു 4 വരി പാട്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, കരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ. ആളുടെ വെഡ്ഡിങ് ഡ്രസ്സിൽ എനിക്ക് ആ ഒരു ലുക്ക് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഫോട്ടോസൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ ലുക്കും ആൾക്ക് ഞാൻ സർപ്രൈസ് ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ ആളുടെ ലുക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഉള്ളത് എന്തായാലും ഇതിൽ ക്യാപ്ചർ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കാണണം ഇൻഷാ അല്ലാ.
രാജനാ രാജനാ सपना की धड़कने में हर कदम तेरे लिए साजना അവിടെ പോയി കഴിയുമ്പോൾ ഒരു സാഡ് ഫീലിങ്സ് തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കളും ഉള്ളതുപോലെ തന്നെ നമുക്കും ആ വിഷമം ഉണ്ടാകും തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. കാരണം അവൾ കൊച്ചിലെ കളിച്ചു വളർന്ന് ഒക്കെ അപ്പം അവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമം അതറിഞ്ഞൂടെ ചിലപ്പോൾ. കാരണം ആ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നില്ല, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ട്. ലൈഫ് ലോങ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും.